എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്താവിഷയം ഈ കാലത്തെ വിശ്വാസികൾ തങ്ങളുടെ പാസ്റ്റർമാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഇന്നത്തെ ഈ ചിന്താവിഷയത്തിലൂടെ കാണാം. നമ്പർ 1, ഞങ്ങളുടെ പാസ്റ്റർ ഞങ്ങളെ നന്നായി ഉപദേശിക്കുന്ന കഴിവുള്ളവനായി ഇരിക്കണമെന്ന് ഞങ്ങൾക്ക് ആവശ്യമില്ല, നല്ലൊരു പാട്ടുകാരനായിരുന്നാൽ മതി. നമ്പർ 2, ഞങ്ങളുടെ പാസ്റ്റർ ഞങ്ങളുടെ സത്യത്തിലും ആത്മാവിലും ഞങ്ങളെ വഴി നടത്തണമെന്ന് ആവശ്യമില്ല, ഞങ്ങളെ നന്നായി നൃത്തം ചെയ്യിപ്പിച്ച് ഞങ്ങളെ കളിപ്പിക്കുന്ന പാസ്റ്ററായിരിക്കണം. നമ്പർ 3, ഞങ്ങളുടെ പാസ്റ്റർ എങ്ങനെ വിശുദ്ധ ജീവിതം ചെയ്യണമെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എന്നാൽ നിശ്ചയം ഞങ്ങൾ എങ്ങനെ വലിയ പണക്കാരന്മാരായി ആകണമെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരയണം. നമ്പർ 4, ഞങ്ങളെങ്ങനെ സ്വർഗരാജ്യം ചെല്ലുക എന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എങ്കിലും ഞങ്ങൾ എത്ര വലിയ പാപം ചെയ്താലും ഞങ്ങൾക്ക് സ്വർഗരാജ്യം ലഭിക്കും എന്ന് ഞങ്ങൾക്ക് തീർച്ചയായും ഞങ്ങളെ പ്രത്യാശയോടെ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കണം. നമ്പർ 5, ഞങ്ങൾ ഏത് തരത്തിൽ നടന്നാലും ഞങ്ങൾ സഭയിൽ വരുമ്പോഴൊക്കെ ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അയച്ചു തരുന്ന ഒരു പാസ്റ്ററായി ഇരിക്കണം. നമ്പർ 6, ഞങ്ങൾ ഏത് തരത്തിൽപ്പെട്ട വസ്ത്രങ്ങൾ ഉടുത്തിക്കൊണ്ട് ചർച്ചിൽ വന്നാലും അത് പാപമില്ല എന്ന് ഞങ്ങളെ ആ ദൈവദാസൻ പഠിപ്പിക്കണം. നമ്പർ 7, ഞങ്ങൾക്ക് കർത്താവിൽ നിന്ന് സത്യവചനങ്ങളോ വാഗ്ദത്തങ്ങളോ ഞങ്ങൾക്ക് പ്രാപിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എന്നാൽ മാസം തോറും ഞങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സ് കുളിരത്തക്കവണ്ണം ഞങ്ങൾക്ക് എല്ലാ മാസവും ഒരു ആശീർവാദത്തിൻ്റെ വാഗ്ദത്തമായ വചനം ഞങ്ങൾക്ക് ഓരോ മാസം അദ്ദേഹം പറഞ്ഞു തരണം. ഇതൊക്കെയാണ് ഇന്നത്തെ ഡിജിറ്റൽ ലോകത്തെ വിശ്വാസികളുടെ ചിന്തകളും പ്രതീക്ഷകളും. പ്രിയമുള്ളവരെ, നാം ഈ ലോകത്തിന് ഒത്തവണ്ണം വേഷം ധരിച്ച് ഈ ലോകത്തിൻ്റെ അനുരൂപമായി കഴിഞ്ഞാൽ വീണ്ടും നാം ദൈവത്തിൻ്റെ വരവെങ്കിൽ കൈവിടപ്പെട്ടു പോകും. ആയതുകൊണ്ട് ദൈവത്തിൻ്റെ വരവെങ്കിൽ നാം എടുക്കപ്പെടണമെങ്കിൽ കർത്താവിൻ്റെ വചനത്തെ കേൾക്കുക, ഉപദേശത്തെ കൈക്കൊള്ളുക, അതിൻ പ്രകാരം ജീവിക്കുക, ദൈവത്തിനോടുകൂടി അടുത്തിരിക്കുക. എന്നാൽ നാം കൈവിടപ്പെടുകയില്ല, സ്വർഗരാജ്യം നിശ്ചയം നമുക്കതിൽ പോകാൻ കഴിയും. ആയതിനാൽ ഈ വാക്കുകളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.